ചെങ്ങന്നൂരിലെ CPM പ്രവർത്തകരുടെ കൂട്ടരാജിയിലേക്ക് നയിച്ച ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയുടെ SDPI ബന്ധത്തിന് കൂടുതൽ തെളിവുകൾ. SDPI നേതാവും LC സെക്രട്ടറിയും തുല്യ പങ്കാളിത്തത്തിൽ തുടങ്ങിയ സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത് മന്ത്രി സജി ചെറിയാനും ആലപ്പുഴയിലെ ഉന്നത CPM നേതാക്കളും ചേർന്ന്. നേതാക്കന്മാരും SDPI നേതാവ് ഷീദ് മുഹമ്മദും ഒന്നിച്ചുള്ള ദൃശ്യങ്ങൾ ന്യൂസ് 18 ലഭിച്ചു. അതേസമയം തനിക്ക് ഇങ്ങനെയൊരു സംരംഭം ഇല്ലെന്നാണ് LC സെക്രട്ടറിയുടെ വാദം. ഇപ്പോൾ രാജി കൊടുത്തെന്ന് പറയുന്നതിലുള്ള ആൾക്കാർ ഇപ്പോൾ ഞങ്ങളുടെ മെമ്പർഷിപ്പ് സ്കൂട്ടിനി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം രാജി കൊടുത്തതിന് ശേഷം അവരിൽ പലരും സ്കൂട്ടിനി കമ്മിറ്റിയിൽ പങ്കെടുത്ത് മെമ്പർഷിപ്പ് പുതുക്കുകയും ചെയ്തിട്ടുണ്ട്. എന്റെ പേരിൽ അങ്ങനെ ഒരു സ്ഥാപനം ഇല്ല. നിങ്ങൾക്ക് അതിന്റെ രേഖകളെല്ലാം പരിശോധിക്കാം. തനിക്ക് വിവാദങ്ങൾക്ക് കാരണമായ കേട്ടൗൺ കഫേ എന്ന സ്ഥാപനത്തിൽ യാതൊരു പങ്കാളിത്തവുമില്ലെന്ന ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയുടെ വാദം പൂർണ്ണമായും പൊളിക്കുന്നതാണ് ഈ ദൃശ്യങ്ങൾ. സംരംഭത്തിന്റെ ഉദ്ഘാടന ദിവസം ഷീദ് മുഹമ്മദ് തന്നെ ക്ഷണിച്ചിട്ടാണ് മന്ത്രി സജി ചെറിയാൻ, മുൻ MLA R രാജേഷ്, ജില്ലാ കമ്മിറ്റി അംഗം MH റഷീദ്, ചെങ്ങന്നൂർ ഏരിയ സെക്രട്ടറി അഡ്വക്കേറ്റ് ശശികുമാർ എന്നീ പാർട്ടി നേതാക്കന്മാർ കേട്ടൗൺ കഫേയിൽ എത്തുന്നത്. സ്ഥാപനത്തിന്മേലുള്ള SDPI നേതാവ് അഷാദിന്റെ പങ്കാളിത്തം മറച്ചുവെച്ചുകൊണ്ടായിരുന്നു പാർട്ടി നേതാക്കന്മാർക്കുള്ള ക്ഷണം. സജി ചെറിയാൻ ഉദ്ഘാടനം നിർവഹിക്കുമ്പോൾ LC സെക്രട്ടറി ഷീദ് മുഹമ്മദിനും മന്ത്രിക്കുമൊപ്പം SDPI നേതാവ് അഷാദിനെയും കാണാം. SDPI നേതാവ് അഷാദ് തിരഞ്ഞെടുപ്പിൽ ലീഗ് സ്ഥാനാർത്ഥിക്ക് വേണ്ടി പ്രവർത്തിച്ചതിൽ CPM പുറത്താക്കിയ അസിം വലിയ വീട്ടിൽ, വിശാൽ വധക്കേസ് പ്രതി ആഷിഖ് എന്നിവർക്ക് കേട്ടൗൺ കഫേയിൽ പങ്കാളിത്തമുള്ളതായി പാർട്ടി കണ്ടെത്തുന്നത് പിന്നീടാണ്. CPM പ്രവർത്തകരിൽ നിന്നും നിരവധി പരാതികൾ ഉയർന്നതോടെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ഷീദ് മുഹമ്മദ് തന്നെ തന്റെ പങ്കാളിത്തം പാർട്ടിക്ക് മുന്നിൽ സ്ഥിരീകരിച്ചു. വിഷയത്തിൽ പാർട്ടി നേതൃത്വം മറ്റു നടപടികളിലേക്ക് നീങ്ങുന്നതിൽ വിമുഖത കാട്ടിയതാണ് കൂട്ടരാജിയിലേക്ക് നയിച്ചത്. പാർട്ടി പ്രവർത്തകർക്ക് SDPI CPM പരസ്യ കച്ചവടത്തിലുണ്ടായ അവമതിപ്പും അതൃപ്തിയുമാണ് ചെങ്ങന്നൂരിലെ പാർട്ടി അംഗങ്ങളുടെ കൂട്ടരാജിയിലേക്ക് കൊണ്ടെത്തിച്ചത്. തന്റെ ആസ്തികളെ സംബന്ധിച്ച് ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ പാർട്ടിക്ക് നൽകേണ്ട വിവരങ്ങൾ പോലും ഷീദ് മുഹമ്മദ് നൽകിയിട്ടില്ല എന്ന കാര്യം വസ്തുതയാണ്. അതുകൊണ്ട് തന്നെയാണ് വർഗശത്രുക്കളെന്ന് പാർട്ടി പറയുന്ന SDPI നേതാക്കന്മാർക്കൊപ്പം ആലപ്പുഴയിലെ തലമുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർക്ക് വേദി പങ്കിടേണ്ടി വന്നത്. ക്യാമറമാൻ പ്രശാന്ത് മംഗലശ്ശേരിക്കൊപ്പം ആലപ്പുഴയിൽ നിന്നും ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18.